എത്രവർക്ക് സന്തോഷമുണ്ട് കർത്താവിന് നല്ലതായിരിക്കാം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയില് ഹല്ലേലൂയ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിന്റെ നടത്തിപ്പിനാൽ ഹല്ലേലൂയ കർത്താവിന്റെ വചനം നമുക്ക് തന്നു. എത്ര പേർക്ക് വചനഭാഗം ഓർമ്മയുണ്ട്? ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ കർത്താവ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദി നെയിം. സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? ആമേൻ. കർത്താവ് ഈ വർഷത്തേക്ക് തന്നിരിക്കുന്ന വചനം ചർച്ചിലാണെങ്കിലും ഹല്ലേലൂയ നമ്മുടെ കൂട്ടായ്മയിലാണെങ്കിലും അല്ലെ, ചർച്ചിൽ തന്ന വചനം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 65:11. ഹല്ലേലൂയ, വെരി ഗുഡ്. ഹല്ലേലൂയ. നമുക്ക് കൂട്ടായ്മ തന്ന വചനം ഏതാ? Psalms 27:4 അല്ലേ? What 4? സ്തോത്രം. ഹല്ലേലൂയ എന്ന് കഴിക്കുമ്പോ പറയാൻ വകം ഉണ്ടാവണം. ഹല്ലേലൂയ, ദൈവം എന്നെ ഈ വർഷം അത്ഭുതകരമായി നടത്തും. ഹല്ലേലൂയ, സമാധാനത്തോടെ നടത്തും. ഹല്ലേലൂയ, പീസ്ഫുള്ളി. ഹല്ലേലൂയ, എന്നാൽ സ്തോത്രം. ഹല്ലേലൂയ. ലോകം നോക്കുമ്പോ എന്താ? യുദ്ധം തുടങ്ങാൻ പോവാണ്. World War III going to happen. ഹല്ലേലൂയ. ചിലർ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു. ഹല്ലേലൂയ. രാജ്യത്തോട് കയർക്കാൻ കർത്താവ് പറഞ്ഞു. ഹല്ലേലൂയ, ഞാൻ വരുന്നതിന് മുന്നേ ഈറ്റ് നോവ് ആരംഭമാണ് സംഭവിക്കുന്നത്. രാജ്യത്തോട് കയർക്കുന്ന സമയം ഉണ്ടാവും. ഹല്ലേലൂയ. അന്ന് നിങ്ങൾക്ക് ഒരു ദോഷവും വരത്തില്ല. ഹല്ലേലൂയ. ദൈവജനത്തെ ദൈവം നടത്തുക ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മള് ഗെസ് ചെയ്യാൻ പറഞ്ഞു. ചിലവരോട് ഗെസ് ചെയ്യാൻ പറഞ്ഞപ്പോഴേക്കും ആ മോള് ഹല്ലേലൂയ ഏകദേശം അതിന്റെ ഞാൻ പറഞ്ഞു ഓൾമോസ്റ്റ് അതിന്റെ അടുത്ത് വരുന്നവർക്കാണെങ്കിൽ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ, മറന്നുപോയല്ലായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദി നെയിം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആർക്കും സന്തോഷമില്ലേ? ഇതൊന്നും ഉണ്ടെന്നില്ലല്ലോ. സ്തോത്രമൊക്കെ പോയോ ഗിഫ്റ്റിന്റെ കാര്യം പറഞ്ഞിട്ട്? ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദി നെയിം. അപ്പോ ഹല്ലേലൂയ കർത്താവിന്റെ സന്തോഷത്തിൽ ഹല്ലേലൂയ മോളെ ജീസസ് ലവ്സ് യു. ഹല്ലേലൂയ, ഗോഡ് ബ്ലെസ് യു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദി നെയിം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് കർത്താവ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഭൗതികമായിട്ട് കർത്താവ് ഒരു തുടക്കം തന്നെങ്കിൽ ഇത് മനസ്സിലാക്കുക ഈ കൊല്ലം മുഴുവൻ ഗിഫ്റ്റാ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദി നെയിം. താങ്ക് യു ജീസസ്. Thank you, Holy Spirit. Amen. Hallelujah. God bless you. നിന്റെ വീട്ടിലുള്ളവരെ ദൈവം അനുഗ്രഹിക്കും. Amen. Hallelujah. രോഗികളായിട്ടിരിക്കുന്ന മക്കളുണ്ടെങ്കിൽ ഹല്ലേലൂയ കർത്താവ് സൗഖ്യം കൊടുക്കും. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസിച്ചോണം, കർത്താവിനെ മുറുകെ പിടിച്ചോണം. ഹല്ലേലൂയ, ആമേൻ. കർത്താവിന്റെ വചനത്തിലേക്ക് കിടക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 4-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം. ഹല്ലേലൂയ. 1 രാജാക്കന്മാർ ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 4 അതിന്റെ വേഴ്സ് 24. ഹല്ലേലൂയ. ദൈവത്തിന്റെ അടുത്ത് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദി നെയിം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. വായിച്ചു കേൾക്കാം. ഹല്ലേലൂയ. സകല രാജാക്കന്മാരെയും അവൻ കാണും. ചുറ്റുമുള്ള ദിക്കിലൊക്കെയും അവന് സമാധാനമുണ്ടായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് അടുത്ത പേര് സ്തോത്രം ചെയ്യും. ഒരു ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. സന്തോഷമുള്ള ഒരു ആമേൻ പറ. ഹല്ലേലൂയ, ആമേൻ. വചനം പറയുന്നു നദിക്ക് ഇക്കരെ സിപ്സ മുതൽ എവിടെ വരെയാ? ഗസ്സ വരെ. ഇംഗ്ലീഷിൽ അസ്സ എന്ന് പറയുന്നത് ഹല്ലേലൂയ ഗസ്സ വരെ എന്താണ്? സകല ദേശത്തെയും നദിക്ക് ഇക്കരെയുള്ള സകല രാജാക്കന്മാരെയും, ഏത് രാജാക്കന്മാരായിക്കോട്ടെ, സകല രാജാക്കന്മാരെയും അവൻ വാണു. എന്നിട്ട് പറയുകയാണ് ചുറ്റുമുള്ള ദിക്കിലൊക്കെയും അവന് സമാധാനമുണ്ടായിരുന്നു. ഹല്ലേലൂയ. ശലോമോന് ഒരു യുദ്ധം നേരിടേണ്ടി വന്നിട്ടില്ല. ശലോമോന്റെ കാലത്ത് ഒരിക്കലും ഒരു യുദ്ധം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ശലോമോന് പീസ്ഫുൾ ആയിട്ടാണ് ദൈവം നടത്തിയത്. ആലോചിച്ച് നോക്കുക. ശലോമോനെ ദൈവം വിളിക്കുമ്പോ ശലോമോൻ ബാലന. ശലോമോൻ പറയുന്നുണ്ട് ഞാൻ എങ്ങനെയാ ഒരു രാജ്യത്തേക്ക്
അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാ ജനത്തെ എങ്ങനെയാ നയിക്കുന്നത്? എനിക്ക് പണവും സമ്പാദ്യവും കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ദൈവം പറയുന്നുണ്ട്, നീ എന്നോട് സ്വർണമോ സമ്പത്തോ അധികാരമോ പദവിയോ ഒന്നുമല്ല ചോദിച്ചത്, ഒന്നാണ് നീ ചോദിച്ചത്. എന്താണ്? ജ്ഞാനം തരണമേ, ഈ ജനത്തെ നയിക്കുവാനുള്ള ജ്ഞാനം. ഹല്ലേലൂയ. പ്രോബ്സ് ചാപ്റ്ററിൽ പറയുന്നു, യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണെന്ന്. യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണെന്ന് പറയുന്നത്. എന്തിനാണ് ജ്ഞാനം പ്രാപിക്കേണ്ട ആവശ്യം? വൈസ് അത് നിന്നെ വിശ്വത്തിലേക്ക് നയിക്കുന്നു. അതായത് പരിജ്ഞാനം, ജ്ഞാനം പരിജ്ഞാനത്തിലേക്ക് നയിക്കുന്നു. ജ്ഞാനം ഭൗമികമാണെങ്കിൽ പരിജ്ഞാനം എന്ന് പറയുന്നത് ദൈവികമായ തലത്തിലേക്ക് നിന്നെ ഉറപ്പിക്കുന്നു. അപ്പോ ജ്ഞാനം എന്ന് പറയുന്നത് ഭൗതിക തലത്തിൽ ദൈവം നിന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന മേഖലയാണെങ്കിൽ, ആത്മീക തലത്തിൽ അല്ലെങ്കിൽ ദൈവികമായ കാര്യങ്ങളിലും നിനക്ക് നൈപുണ്യം വരും. ദൈവം നിന്നെ ട്രാൻസ്ഫോർമേറ്റ് ചെയ്യും. അതായത് ഒരു ട്രാൻസ്ഫോർമേഷൻ നിന്റെ ജീവിതത്തിൽ നടക്കും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ തിപ്സ എന്ന് പറയുന്നത്, ആ തിപ്സ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹല്ലേലൂയ, അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ക്രോസിംഗ്, ഹല്ലേലൂയ, അല്ലെങ്കിൽ പാസേജ് എന്ന് പറയും. ഇനി സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഫോഡ് എന്ന് പറയാം. ഫോഡ്, FORD, ഫോഡ്. ഫ്രോഡല്ല, ഫോഡ്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അതായത് ഒരു കടത്ത് കണ്ടിട്ടില്ലേ? വള്ളം അക്കരയ്ക്ക്, വള്ളം അക്കരെ എത്തിക്കുന്നത്, കടവ് കടത്തുന്നൊക്കെ പറയും. അതുപോലെ എന്തോ ഒന്ന് നിന്നെ കടത്തും അപ്പുറത്തേക്ക്. എന്തോ സംവിധാനം കൊണ്ട് നിന്നെ വഴി അറിഞ്ഞിരിക്കുമ്പോ എന്തോ നിന്നെ പീസ്ഫുള്ളി അക്കരെ എത്തിക്കും. ദൈവത്തിന്റെ ആത്മ വിളിച്ചു പറയുവാണ്, ഹല്ലേലൂയ, ഈ വർഷം എങ്ങനെ എത്തും അല്ലെങ്കിൽ എങ്ങനെ ആയി തീരുമെന്ന് നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ച പറ്റിയല്ല. നിങ്ങൾ അതിലേക്ക് കടന്നിരിക്കുമ്പോ, ദൈവത്തിന്റെ ജ്ഞാനത്തിലിരിക്കുമ്പോ, ദൈവികമായ പരിജ്ഞാനം കൊണ്ട് നിന്നെ നിറച്ച് അക്കരെ ദൈവം എത്തിക്കും. ഹല്ലേലൂയ, ദൂരാണ്. ഹല്ലേലൂയ, നിന്റെ ബുദ്ധി കൊണ്ടല്ല നീ വിവേചിക്കുന്ന ദൈവത്തിന്റെ പ്രസൻസിനെ. ഹല്ലേലൂയ, നീ നിന്നെ തന്നെ സമർപ്പിച്ചാൽ, നിന്റെ ഹൃദയവും മനസ്സും എല്ലാം നീ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്താൽ, ഹല്ലേലൂയ, കർത്താവ് നിന്നെ എത്തേണ്ടടുത്ത് എത്തിക്കും. അത് അത്ഭുതകരമായിട്ട് എത്തിക്കും. അതാണ് തിപ്സ അല്ലെങ്കിൽ ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദ നെയിം, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 4:24 പറയുവാണ്, ഈ തിപ്സ മുതൽ ഗസ വരെ എന്താണ്, എന്തൊക്കെയായിരുന്നു? സകല ദേശത്തെയും നദിക്കിക്കരമായിക്കോട്ടെ, എന്താണ്, സകല രാജാക്കന്മാരായിക്കോട്ടെ, അതായത് സകല അധികാരികൾ, നിന്റെ ജോലി സ്ഥലത്തായിക്കോട്ടെ, നിന്റെ ദേശത്തിലായിക്കോട്ടെ, നമ്മളെ ഭരിക്കുന്നവരായിക്കോട്ടെ, എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം. അവിടെ വചനം പറയുവാണ്, രാജാക്കന്മാരെയും അവൻ വാണു. അതായത് പ്രാർത്ഥിക്കുന്നവന് പ്രയോറിറ്റി കൊടുക്കാൻ പോകുന്ന വർഷമാണ്. ഹല്ലേലൂയ, ദൈവത്തിന്റെ ജനത്തിന് അധികാരം കൊടുക്കാൻ പോകുന്ന വർഷമാണ്. ഹല്ലേലൂയ, ഏറ്റെടുക്കുന്നവർ ഏറ്റെടുത്തോ. ഹല്ലേലൂയ, എന്ന സ്തോത്രം. നീയാണ് നിന്റെ ദേശത്തിലെ അധികാരം. നിന്നെ ദൈവം ഉപയോഗിക്കും. നീ പീസ്ഫുള്ളി ചെന്നിട്ട് പറഞ്ഞ, ഈ ദേശത്തിൽ അനുഗ്രഹം വരട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ അനുഗ്രഹം വരും. നീ ഒരു ഭവനത്തിൽ ചെന്നിട്ട് പറഞ്ഞാൽ ഇവിടെ സമാധാനം വരട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ സമാധാനം വരും. നീ വീട്ടിൽ കയറി എന്നിട്ട് അവിശ്വാസികളാണെങ്കിൽ നീ രാത്രി ഉണർന്നിട്ട് പാർട്ടി യേശുവെ ഈ ഭവനത്തിൽ എന്നയുടെ സാന്നിധ്യം വരട്ടെ എന്ന് പറഞ്ഞാൽ കർത്താവ് ഇറങ്ങി വരും. അവിടെ അവിശ്വാസത്തിന്റെ ബന്ധം അയ്യട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ ആയി. നീ എന്തുവാ തുറന്ന് പറയുന്നു നടക്കും. ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദ നെയിം, സ്തോത്രം. നീ നിന്റെ ജോലി സ്ഥലത്ത് കയറുമ്പോ ഈ കമ്പനി സമൃദ്ധി പ്രാപിക്കട്ടെ, അഭിവൃദ്ധി പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നീ പറഞ്ഞ ചിലർ പറയില്ല, വാവുകൊണ്ട് പറയില്ലേ, കേസി ഇങ്ങനെ. ചിലർ പറയും മുടിഞ്ഞ സ്ഥലം എന്നൊക്കെ പറയും. ചിലർ പണിയെടുത്ത് നട്ടല് റബ്ബറായി എന്ന് പറയില്ലേ. അങ്ങനെയല്ല കേട്ടോ. നീ ചെല്ലുന്നിടത്ത് നിന്റെ ബ്രെഡ് ആൻഡ് ബട്ടറാണ്. നീ പറയണം, കർത്താവ് എനിക്ക് ഇവിടെ സമാധാനം, എന്റെ ദൈവം അവിടെ അപ്ഗ്രേഡ് ചെയ്യും. ഹല്ലേലൂയ. കമ്പനി വലുതാവുമ്പോൾ കമ്പനിയുടെ ഡെവലപ്മെന്റ് വരുന്നതനുസരിച്ച് നിന്റെ സാലറി ലെവലും അല്ലെങ്കിൽ നിനക്ക് കിട്ടുന്ന എന്താ പറയാ വരുമാനവും എന്ത് ചെയ്യും? അത് വർദ്ധിക്കും. നിനക്ക് മൂല്യം ഉണ്ടാവും. നീ ചെയ്യുന്ന ജോലിക്ക് മൂല്യമുണ്ട്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഈ വർഷം നീ ചെയ്യുന്നതിന് മൂല്യം ഉണ്ടാവും. ഹല്ലേലൂയ. നീ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മൂല്യം ഉണ്ടാവണം. ഈ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് കർത്താവിന്റെ സ്ഥലത്ത് നിൽക്കുവാണെങ്കിൽ ദൈവം തന്നെ ഉയർത്തും. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ.
ഹല്ലേലൂയ. അവിടെ വചനം പറയാണ് രാജാക്കന്മാരെയും അവൻ വാണു. എന്നിട്ട് പറയാണ് ചുറ്റുമുള്ള ദിക്കിലൊക്കെയും അവന് സമാധാനമുണ്ട്. വാ തുറന്ന് പറ, സമാധാനം. ചുറ്റുമുള്ള ദിക്ക് നോക്കി, നിനക്ക് ചുറ്റും എന്തോ ആയിക്കോട്ടെ, അവിശ്വാസം ആയിക്കോട്ടെ, അവിശ്വാസികളായിക്കോട്ടെ, പിശാച് തന്ത്രങ്ങൾ വെച്ചോട്ടെ, സാരമില്ല, രോഗം കൊണ്ടൊന്നും ഇട്ടോട്ടെ, സാരമില്ല, നീ പീസ്ഫുള്ളി നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പീസ്ഫുള്ളി നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ആവശ്യങ്ങളെ ദൈവം നടത്തും. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ബൈബിളില് ഹല്ലേലൂയ നമ്മള് സമാധാനം അല്ലെങ്കിൽ പീസ് എന്ന് പറഞ്ഞ് പഠിക്കുമ്പോ KJV വർഷം പഠിക്കുവാണെങ്കിൽ 429 തവണ സമാധാനം എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. പീസ്. എബ്രായ വാക്യത്തിൽ പറയുവാണെങ്കിൽ, എബ്രായ ഭാഷയിൽ പറയുവാണെങ്കിൽ ഷലോം, ശിലോം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറയില്ലേ ശാലോം പറയത്തില്ലേ? ഹല്ലേലൂയ. സമാധാനം പറയില്ലേ? ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരോട് പറ സമാധാനം എന്ന് പറ. ഹല്ലേലൂയ. എന്നാൽ അടുത്തിരിക്കുന്നവരോട് പറ സമാധാനം എന്ന് പറ. നിനക്ക് സമാധാനം ഉണ്ടെന്ന് പറ. ഹല്ലേലൂയ. സമാധാനം ഉണ്ടെന്ന് പറ നിനക്ക്. ഹല്ലേലൂയ. നിന്നിന് സമാധാനം ഉണ്ടെന്ന് പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാ അറിയോ? എന്തുകൊണ്ടാ ഇത് പറയണം? നീ വചനം കേൾക്കുമ്പോ പറഞ്ഞില്ലെങ്കിൽ നിനക്കത് കിട്ടുകയില്ല. നീ പറയുമ്പോഴാണ് നീ അത് ഉറപ്പിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ അതുണ്ട്. നീ പറയണം അയ്യോ കടബാധ്യ രോഗം എന്ന് പറഞ്ഞ രോഗം വരും. സ്തോത്രം. രോഗം വരുമോ എന്ന് ചിന്തിച്ചിട്ട് രോഗം വരും. എന്നാൽ സമാധാനം സമാധാനം എന്ന് പറഞ്ഞിട്ടിരുന്ന നിനക്ക് സമാധാനം വരും. ആമേൻ, സ്തോത്രം. സൗഖ്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ സൗഖ്യം വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലക്ഷദ്വീപിനെ അവർ വചനം പറയുവാണ് ചുറ്റുമുള്ളതൊക്കെയും എങ്ങനെയായിരുന്നു? ദിക്കിലൊക്കെയും അവന് സമാധാനം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞ് 429 തവണ. അതിന് ഏകദേശം യെശയ്യാ പ്രവചനത്തിൽ മാത്രം 30ഓളം തവണ ഈ സമാധാനം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. യെശയ്യാ പ്രവചനത്തില്, ബുക്ക് ഓഫ് യെശയ്യാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 100 തവണ സമാധാനം ഉപയോഗിച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ വചനത്തിൽ കർത്താവ് പറയുന്ന പോലെ തന്നെ യോഹന്നാന്റെ 14:27 പറയുന്നത് എന്താ? ഞാൻ നിങ്ങൾക്ക് എന്റെ സമാധാനം തരുന്നു. അത് ഈ ലോകം തരുന്ന പോലെയുള്ള സമാധാനം അല്ല. അപ്പൊ 2 ടൈപ്പ് സമാധാനമുണ്ട്. ലോകത്തിലുള്ള സമാധാനമുണ്ട്. ചിലര് അല്ലെ കുറച്ച് പൈസ കയ്യിൽ വരുമ്പോൾ കിട്ടുന്നൊരു സമാധാനം വരും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്ന് പറയാം ഉള്ള സമാധാനം പോയി എന്ന് പറയും. ചിലർ പറയും അല്ലെ പ്രേമിച്ച് നടക്കുമ്പോ എന്താ അവളെ കണ്ടില്ലെങ്കിൽ സമാധാനം ഇല്ലെന്ന് പറയും. ലാസ്റ്റ് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ പറയും ഉള്ള സമാധാനം ചോദിക്കുന്നത്. അപ്പൊ മനസ്സിലായി. സ്തോത്രം. ആരെ കായ് വെക്കണ്ട. സ്തോത്രം. ഹല്ലേലൂയ എന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ചിലർ പറയും എങ്ങനെയാ അയ്യോ ഉള്ള സമാധാനം പോയി. അത് ലോകത്തിന്റെ സമാധാനം. യേശുക്രിസ്തുവിനെ സ്വീകരിച്ചവൻ അങ്ങനെയല്ല കേട്ടോ. ലോങ് ലാസ്റ്റിംഗ് പീസ്. കാരണം പീസ്, പ്രിൻസ് ഓഫ് പീസ് എന്നാണ് അവന്റെ പേര്. സമാധാന പ്രഭു എന്നാ യേശുവിന്റെ പേര്. ആ യേശു സമാധാനം നിന്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ അതൊരു വിശ്വാസത്തിന് കൊടുക്കുമ്പോൾ പറ്റത്തില്ല. ഒരു വ്യക്തികൾക്ക് നശിപ്പിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം വ്യാപരിക്കുവാണ്. ഹല്ലേലൂയ. നിന്റെ കടബാധിയായിരിക്കാം, രോഗമായിരിക്കാം, ക്ഷീണമായിരിക്കാം നിന്നെ ഭാരപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ഈശോ കേട്ട് പറയട്ടെ, യേശു ക്രിസ്തുവിനാൽ എനിക്ക് സമാധാനമുണ്ട്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 6:26 വായിക്കാം. നമ്പേഴ്സ്. എന്തുകൊണ്ടാ യേശു കൽപ്പിച്ചത്? അപ്പൊ നമുക്ക് ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ സംഖ്യാപുസ്തകത്തിൽ പറയുന്നു 26 പറയുന്നു. വായിച്ചു പോലെ യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി. കേട്ടോ, യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തട്ടെ. ഈ വർഷം കർത്താവിന്റെ മുഖം നിന്റെ മേൽ ഉയരണം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നിന്റെ പ്രാർത്ഥന കുറച്ചു പോകല്ലേ, നിന്റെ ആരാധന കുറഞ്ഞു പോകല്ലേ. ഹല്ലേലൂയ. നീ കൃത്യത പാലിക്കേണ്ടതൊക്കെ കൃത്യത പാലിച്ചു. അത് ദശാംശം ആയിക്കോട്ടെ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഓഫറിംഗ്സ് ആയിക്കോട്ടെ. യേശുവേ ഹല്ലേലൂയ ഞാൻ കൃത്യത പാലിക്കും. ഹല്ലേലൂയ. അത് ആരാധനക്ക് വരുന്നതായിക്കോട്ടെ. ഇതെല്ലാം കൃത്യസമയം നീ പാലിച്ചു നിൽക്കുവാണെങ്കിൽ കർത്താവിന്റെ വചനം പറയാണ് അവന്റെ മുഖത്തേക്ക് നോക്കിയവർ ലജ്ജിച്ചു പോയില്ല, മറിച്ച് അവരുടെ മുഖം പ്രകാശിതമായി എന്ന് പറയുന്നതിനോടൊത്ത് തന്നെ കണക്ട് ചെയ്ത് വായിച്ചോ. ഇവിടെ പറയുവാണ് യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് ഹല്ലേലൂയ നിനക്ക് സമാധാനം തരുമാറാകട്ടെ, നൽകുമാറാകട്ടെ. ഹല്ലേലൂയ, ആമേൻ. യോഹന്നാൻ 14:27 യേശു പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് എന്റെ സമാധാനം തന്നിട്ട് പോകുന്നു.
നോക്കി ഉറപ്പിച്ചോണം കേട്ടോ. ഹല്ലേലൂയ. അത്ഭുതത്തിന്റെ തുടക്കമാണ് സമാധാനം വരിക എന്ന് പറയുന്നത്. പവർഫുൾ വേർഡാണ് ഹല്ലേലൂയ. പീസ്. ഹല്ലേലൂയ. യേശുക്രിസ്തു വന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തു ലോകത്തിന് പറയുന്ന കാര്യമുണ്ട്. എന്താ പറയുന്നത്? മനുഷ്യപുത്രൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രനായിട്ട് ഭൂമിയിൽ ഇറങ്ങി വന്നിരിക്കുന്ന യേശു പറയുകയാണ്, ഞാൻ ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കാൻ വന്നതല്ല. എന്തിനാ വന്നത്? ഞാൻ വാള് വരുത്താനാ വന്നത്. വാള് വരുത്താനാ. ഞാൻ ഭിന്നിപ്പിക്കും. അമ്മായിയമ്മയും എന്താ മരുമകളും തമ്മിൽ ഭിന്നിക്കും. ലോകത്തിന്റെ സമാധാനം കേട്ടോ. ലോകത്തിന്റെ സമാധാനം ഭിന്നത വരും. യേശുക്രിസ്തു ഇല്ലാത്തടത്ത് എന്നാ വരും? ഭിന്നത വരും. ഹല്ലേലൂയ. അതുകൊണ്ട് രാജ്യങ്ങൾക്ക് തമ്മില് എത്ര ശക്തമായ റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? ഉണക്ക് വരും. ചെറിയ കാര്യങ്ങൾ മതി യുദ്ധം തുടങ്ങാൻ. അസൂയ വരും. ഒരു രാജ്യം ഡെവലപ്പ് ചെയ്യുന്ന മറ്റു രാജ്യത്തിന് അവർക്ക് ഇത് ചെയ്യില്ല, സ്വീകരിക്കാൻ പറ്റില്ല. യുദ്ധം പ്രഖ്യാപിക്കും, നശിപ്പിക്കാൻ തീരുമാനം എടുക്കും. നമ്മളവർക്ക് ഇവന്മാർക്കൊന്നും ബോധമില്ലെന്നാലേക്ക് സ്തോത്രം. ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറൊക്കെ എടുത്ത് പഠിക്കുവാണെങ്കിൽ ഭയങ്കര ഭീകര സംഭവം ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല. സ്തോത്രം. ഹല്ലേലൂയ. ചെറിയ സംഭവങ്ങളിൽ നിന്നാണ് തുടക്കം. ഹല്ലേലൂയ. ഇത് വൻ യുദ്ധമായി മാറി. അനേക രാജ്യങ്ങൾക്ക് ജനങ്ങളെ നഷ്ടപ്പെട്ടു, കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു. സ്തോത്രം. സ്വത്തുവകകളും അത്രയും വർഷങ്ങളും അവർ ജോലി ചെയ്തു സമ്പാദിച്ചതുമായിട്ടുള്ള സമ്പാദ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. വീക്ഷണം കൊണ്ട് യുദ്ധം തുടങ്ങിയുള്ള അവസ്ഥയാണ്. ആലോചിച്ച് നോക്കുക. ഇപ്പൊ നമ്മളൊക്കെ ഏകദേശം ആ ഒരു അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്. എപ്പോ വേണമെങ്കിലും എന്തും സംഭവിക്കാം. പക്ഷെ ദൈവം പറയുവാണ് തന്റെ ജനത്തിന് സമാധാനം എന്ന് പറഞ്ഞ സമാധാനം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഉറപ്പോടെ പറയാൻ പറ്റണം, എന്റെ ഭവനത്തിനും എന്റെ ദേശത്തിനും സമാധാനം വരും. ആമേൻ. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദി നെയിം. പ്രവചനം പറയുന്നു, യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ആമേൻ. നിബിയ പുസ്തകം 26:6. ഞാൻ ദേശത്ത് സമാധാനം തരും, നിങ്ങൾ കിടക്കും, ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല. ആവശ്യമോനെ. ഞാൻ ദേശത്തു നിന്ന് ദുഷ്ടമൃഗങ്ങളെ നീക്കിക്കളയും, വാൾ നിങ്ങളുടെ ദേശത്ത് കൂടി കടക്കുകയുമില്ല. എന്നോട് വായിച്ചാൽ പോലെ ഞാൻ ദേശത്ത് സമാധാനം തരും. സമാധാനം തരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നിട്ട് പറയാൻ എന്താണ്? നിങ്ങൾ കിടക്കും. നിങ്ങൾ കിടക്കും. നിങ്ങൾ കിടക്കും. ആരും നിങ്ങളെ നിങ്ങളെ ഉറക്കത്തിൽ നിങ്ങൾ പേടിച്ചു പോകേണ്ട ആവശ്യം വരത്തില്ല. എന്നാ നിങ്ങൾക്ക് സമാധാനമായ പീസ്ഫുൾ ആയിട്ടുള്ള ഉറക്കം ഈ വർഷം കിട്ടുന്നത്. ഏറ്റെടുക്കുന്ന ചിലരോട് ദൂത് പറയാണ്, കഴിഞ്ഞ വർഷം ഈ ഉറക്കം കിട്ടാണ്ട് കിടന്ന സമയങ്ങളുണ്ട്, ഉറങ്ങാതെ ഭയപ്പെട്ട് നടന്ന സമയങ്ങളുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ ഭയം വന്ന സമയമുണ്ട്. കർത്താവ് പറയുന്നത് പീസ്ഫുൾ ഇയർ. ഹല്ലേലൂയ. നിനക്ക് നല്ല ഉറക്കത്തെ കർത്താവ് കൊടുക്കും. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ആരോഗ്യം വരാൻ പോകുന്ന എന്താണെന്നറിയോ? നല്ല ഉറക്കത്തെ കർത്താവിന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് നീ ഉറങ്ങാൻ കിടക്കൂലേ? നിന്റെ ഹീലിംഗ്, നിന്റെ ആരോഗ്യമൊക്കെ മെച്ചപ്പെടാൻ പോകുന്നു. ഹല്ലേലൂയ. ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് കണ്ണാടി നോക്കിട്ട് പറയൂ, എന്താണെന്നറിയില്ല, ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ, വലിയ പ്രോട്ടീൻ ഒന്നും എടുത്തില്ല, പക്ഷെ എന്തോ സംതിങ് ഹല്ലേലൂയ, എന്തോ തിളക്കമുണ്ടല്ലോ എന്റെ മുഖത്ത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. കർത്താവിന്റെ കൂടെ ഇരുന്നാ കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നിന്റെ സൗന്ദര്യം അവിടെ ഇരിക്കുന്നത്. നീ വേണ്ടത് പ്രാപിച്ചോണം കർത്താവിൽ നിന്ന്. ഹല്ലേലൂയ. നിന്റെ ഹെൽത്ത്, ഹല്ലേലൂയ, നിന്റെ വെൽത്ത്, ഇതൊക്കെ കർത്താവിനെ വരാൻ പോകുന്നത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പറയുവാണ്, ആരും നിങ്ങളെ ഭയപ്പെടുത്തത്തില്ല. ഞാൻ ദേശത്തു നിന്ന് ദുഷ്ടമൃഗങ്ങളെ നീക്കിക്കളയും. ദേശത്തു നിന്ന് ദുഷ്ടമൃഗങ്ങളെ നീക്കിക്കളയും. The evil creatures. Hallelujah. Amen. സ്തോത്രം. നമുക്കറിയാം സ്പിരിച്വലി ഉള്ള ക്രീച്ചേഴ്സ് ഉണ്ട്. ആത്മീയ തലത്തിൽ ജീവികളുണ്ട്. എസെക്കിയേൽ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ ജീവികളെ കുറിച്ച്, അല്ലെങ്കിൽ റെവലേഷൻ പഠിക്കുമ്പോൾ ജീവികളെ കുറിച്ച് പറയുന്നുണ്ട്. ഹെവൻലി ക്രീച്ചേഴ്സ്, എർത്തിലി ക്രീച്ചേഴ്സും ഉണ്ട്, ഭൂമിയിലുള്ള ക്രീച്ചേഴ്സും ഉണ്ട്. നമുക്ക് കാണാൻ പറ്റുന്ന ജീവികൾ അല്ലെ? കടലിൽ തന്നെ ഒത്തിരി ജീവികളുണ്ട്, കരയിലും കുറെ ജീവികളുണ്ട്. കണ്ണിന് കാണാൻ പറ്റുന്ന ജീവികളുണ്ട്, കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത ജീവികളുണ്ട്. എവിടെ? നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ തന്നെ ഉണ്ട്. നമ്മുടെ ഫേസിന്റെ അകത്തുള്ള ചെറിയ ജീവികളുണ്ട്.
നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോ ഈ സാധനം പുറത്തിറങ്ങി വന്നിട്ട് നമ്മുടെ സ്കിന്നിലുള്ള ഓയിലിംഗ് ഇതൊക്കെ ഭക്ഷിച്ചാണ് ആ ജീവികൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. അപ്പൊ അതുപോലെ ബൈബിൾ പഠിക്കുമ്പോൾ അനേക ജീവികളെ കുറിച്ച് പറയുന്നുണ്ട്. നിന്റെ കണ്ണുകൊണ്ട് കാണുന്ന പൂച്ച അല്ലെങ്കിൽ പട്ടി, കോഴി ഒക്കെ കടലിൽ പോവുകയാണെങ്കിൽ പലതരം ജീവികളുണ്ട്. ഒക്ടോപ്പസ്, ഹല്ലേലൂയ, അങ്ങനെയുള്ള പല പല ജീവികൾ ഇന്നും കണ്ടെത്തിയിട്ടില്ല. പൂർണ്ണമായും ഇന്നും മുഴുവനായിട്ട് കണ്ടെത്താൻ പറ്റാത്ത ജീവികളും ഭൂമിയിൽ വാഴുന്നുണ്ട് കേട്ടോ. എന്നാൽ സ്പിരിച്വൽ ലോകത്തിന്റെ അകത്ത് നിന്നെ ബാധിക്കുന്ന, നിന്നെ നശിപ്പിക്കുവാൻ നോക്കുന്ന സാത്താനിക മണ്ഡലത്തിലുള്ള ജീവികളും ഉണ്ട്. ഇവിടെ പാമ്പ് നിന്നെ ആക്രമിക്കാൻ വന്ന ദുഷ്ടമൃഗം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ പോയത് പാമ്പും പുലിയും പഴുതാരയൊക്കെ നോക്കി കടുവയൊക്കെയാണ് ദുഷ്ടം. അല്ല കേട്ടോ, തോന്നണം. നിനക്ക് ഹാംഫുൾ ആയിട്ടുള്ള, നിന്റെ വിശ്വാസ ജീവിതത്തെ തകർത്ത് കളയുന്ന, കെടുത്തി കളയുന്ന, നിന്റെ മാരീഡ് ലൈഫിനെ നശിപ്പിക്കുന്ന ചില തെറ്റായ കാര്യങ്ങൾ കൊണ്ടുവരുന്ന, കേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്ന ചില ക്രീച്ചേഴ്സ് ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ഈ വചനം പറയുന്നത് ദേശത്തു നിന്ന് ദുഷ്ടമൃഗങ്ങളെ, കടുവൻ പുടിയൊക്കെ എടുത്തു കളയുന്നതാണോ പറഞ്ഞത്? സ്പിരിച്വൽ റോലം കർത്താവ് ക്ലെൻസ് ചെയ്യും, ശുദ്ധീകരിക്കും. നീ പോകുന്നിടത്ത് നിനക്ക് ഒരു ബാധ, അതാണ് സങ്കീർത്തനം 91 പോയി പഠിക്കുന്നത്. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. സങ്കീർത്തനം 91 ഈ വർഷം നിങ്ങൾ വായിച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഉറപ്പിച്ചോണം കേട്ടോ, ഒരു ബാധയും എന്റെ കൂടാരത്തിൽ അടുക്കുകയല്ല. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഈ വർഷം സന്തോഷത്തോടെ വായിക്കണം. ഹല്ലേലൂയ, ഒരു ബാധ അടുക്കത്തില്ല. ആമേൻ, സ്തോത്രം. അവിടെ പറയാണ് ദേശത്ത് ദുഷ്ടമൃഗങ്ങളെ നീക്കിക്കളയും. ഇത് പറയണോ, വാൾ നിങ്ങളുടെ ദേശത്തു കൂടി കടക്കത്തില്ല. വാൾ, അതായത് നിന്നെ ആക്രമിക്കുവാൻ, നിന്നെ വെട്ടിക്കളയുവാൻ, നശിപ്പിക്കുവാൻ, മുറിക്കുവാൻ, ഹല്ലേലൂയ, ഛേദിക്കുവാൻ, ഭിന്നത വരുത്തുവാൻ, ഹല്ലേലൂയ, ദൈവം സമ്മതിക്കുകയല്ല. എന്തുകൊണ്ടാണെന്നറിയോ? കർത്താവ് ഈ ദേശത്തിന് സമാധാനം കൽപ്പിച്ചു. ഹല്ലേലൂയ. ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, നിങ്ങളൊരു ഭവനത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന, നിങ്ങളെ സ്വീകരിക്കുന്ന ഒരുത്തൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം, ഇന്ന് ഈ ഭവനത്തിന് സമാധാനം. അപ്പോ ആ സ്വീകരിക്കുന്നവൻ മുഖാന്തരം അവൻ അവിടെ ഉള്ളതുകൊണ്ടായിരിക്കും ദൈവിക സമാധാനം ആ ഭവനത്തിൽ നിൽക്കാൻ പോകുന്നത്. ഇന്ന് ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോ, ഞാൻ ദൈവത്തിന്റെ വാസനായി ഇവിടെ നിങ്ങളോട് സംസാരിക്കുമ്പോ ഞാൻ പറയുവാണ്, നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുമ്പോ, ഹല്ലേലൂയ, നിങ്ങളതിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും നിന്റെ ജീവിതത്തിൽ സമാധാനം വരാൻ പോകുന്നത്. നിങ്ങൾ എങ്ങനെ സ്വീകരിക്കാം? അലസതയോടെ സ്വീകരിക്കാം? നോ. ഹല്ലേലൂയ. രോഗം വന്നു കഴിയുമ്പോൾ മെഡിസിനുകൾ എങ്ങനെ ഡോക്ടർ പറയുന്ന പോലെ കൃത്യമായിട്ട് എടുക്കും അല്ലെ? ആ ഡോസ്, അത് ആന്റിബയോട്ടിക് ആണെങ്കിൽ ആ ഡോസ് കറക്റ്റ് 5 കോഴ്സ് ആണെങ്കിൽ അത് 5 കോഴ്സ് എടുക്കണം. 3 ആണെങ്കിൽ 3 കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രം. ഒരു പറയും ഒരു ദിവസം കഴിച്ചിട്ട് ഒരു ഗ്യാപ്പ് ഇടല്ലേ, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയും. ഹല്ലേലൂയ. കൃത്യത പാലിക്കുന്നു. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ കൃത്യത പാലിച്ചോണം. സമാധാനം എന്ന് പറഞ്ഞാൽ നീ ഉറപ്പിച്ചോണം, എനിക്ക് സമാധാനം, എനിക്ക് സമാധാനം. ഹല്ലേലൂയ. അത് ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. കാരണം ദൈവം ഏൽപ്പിച്ചതാ, ദേശത്തിന് തന്നതാ, എന്റെ ഭവനത്തിന് തന്ന, എന്റെ കുടുംബത്തിന് തന്ന, എന്റെ ഫാമിലി ലൈഫിന്റെ അകത്ത് സമാധാനം വരും. എന്റെ ഫിനാൻഷ്യൽ മേഖലയിൽ സമാധാനം തരും ദൈവം, സ്വസ്ഥത വരും. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഒന്ന് വായിച്ചത് 26 ഞാൻ ദേശത്ത് സമാധാനം നിങ്ങൾ കിടക്കും, ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല. യെസ്, ഞാൻ എഗ്രി ചെയ്തോട്ടെ വചനം കേൾക്കുമ്പോ. അതാണ് ഒന്നുകൂടി വായിക്കാൻ പറഞ്ഞത്. ഞാൻ ദേശത്ത് നിന്ന് ദുഷ്ടമൃഗങ്ങളെ നീക്കിക്കളയും. യെസ്, വാൾ നിങ്ങളുടെ ദേശത്ത് കൂടി. Hallelujah. Blessed be the name. Stotram. Hallelujah. Blessed be the name. Hallelujah. Thank you, Lord. Thank you, Jesus. Deuteronomy. ശ്രദ്ധിച്ചു കേട്ടോ കേട്ടോ. Deuteronomy 20:11. ആവർത്തന പുസ്തകം 20-ാം അധ്യായം അതിന്റെ 11ാമത്തെ വാക്യം കേട്ടോ. Hallelujah. 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 Blessed be the name. Hallelujah. Thank you, Lord. Thank you, Jesus. 20-ന്റെ 11ാം വാക്യം വായിച്ചു മോനെ.
10ഉം 11ഉം വായിച്ചു. നീ ഒരു പട്ടണത്തോട് യുദ്ധം ചെയ്യുവാൻ അടുത്തു ചെല്ലുമ്പോൾ യെസ്, സമാധാനം വിളിച്ചു പറയാം. സമാധാനം എന്ന് മറുപടി പറഞ്ഞ് വാതിൽ തുറന്നു തന്നാൽ അതിലുള്ള ജനമെല്ലാം നിനക്ക് ഊഴിയവേലക്കാരായി ഊഴിയവേലക്കായി സേവ ചെയ്യണം. നോക്കേ, നീ നിന്റെ ഓഫീസിന്റെ അകത്തായിക്കോട്ടെ, നീ ചെന്നിട്ട് പറയണം സമാധാനം. നീ രാവിലെ ജോലി സ്ഥലത്ത് ചെല്ലുവാണെങ്കിൽ പറയണം എന്റെ ജോലി സമാധാനം. ഹല്ലേലൂയ. നീ രാവിലെ എഴുന്നേറ്റ് നിന്റെ മുറിക്കകത്തിരുന്ന് പറയണം സമാധാനം. യേശു ക്രിസ്തുവിലെ ഇന്ന് ഈ മുറിക്കകത്തല്ല, ഈ ഭവനത്തിൽ തന്നെ സമാധാനം. രാവിലെ എഴുന്നേറ്റ് വരുമ്പോ പറഞ്ഞോണം സമാധാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സമാധാനം. ജോലിക്ക് പോവാം, വണ്ടിക്കകത്ത് കയറുന്ന യാത്ര ചെയ്യണം, വണ്ടി സ്റ്റാർട്ടാവുന്ന കർത്താവേ നന്ദി കർത്താവേ, എനിക്ക് സമാധാനം. പീസ്ഫുള്ളി ട്രാവൽ ചെയ്യണം, പീസ്ഫുള്ളി ഡ്രൈവ് ചെയ്യണം. ഹല്ലേലൂയ, സമാധാനം. എന്ന് സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പറയാണ് നീ സമാധാനം വിളിച്ചു പറയണം കേട്ടോ. പറയണം, നീ സമാധാനം പറയണം. ഇത് പറയുമ്പോ നിങ്ങളെന്താ സമാധാനം എന്ന് പറയണം. ഞാൻ നിങ്ങളോട് പറയണേ സമാധാനം എന്ന് പറയാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? സമാധാനം എഗ്രി ചെയ്യാണ്. സമാധാനം. സമാധാനം. ഹല്ലേലൂയ. വീട്ടിൽ ചെല്ലുമ്പോൾ രോഗമാണ്, വഴക്കാണ്, നീ മുറിക്കകത്ത് കയറിയിട്ട് പറയണം, മുറി അടച്ചിട്ട് പറയണം യേശുവേ ഈ ഭവനത്തിൽ സമാധാനം. അവിടെ വഴക്കാണ്, അല്ല വഴക്ക് തുടങ്ങാൻ പോകാൻ തോന്നിക്കഴിഞ്ഞാൽ നീ അപ്പുറത്ത് കൊണ്ട് പറയണം യേശുവേ ഇന്ന് ഈ ഭവനത്തിൽ സമാധാനം വരട്ടെ, യേശുവിന്റെ നാമത്തിൽ സമാധാനം വരും. സമാധാനം വരും. കാരണം അത്ഭുതകരമായിട്ട് ദൈവം ചെയ്യുന്നത് നീ കാണും. ഇത് ചെറിയ തുടക്കമാണ് കേട്ടോ. കർത്താവ് ഈ വർഷം അത്ഭുതകരമായിട്ട് നടത്തുമെന്ന് പറഞ്ഞതിന്റെ തുടക്കമാണ് നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ സമാധാനം കൽപ്പിക്കുക. ഹല്ലേലൂയ. നീ സമാധാനം കൽപ്പിക്കണം. അച്ഛൻ ക്ഷീണോ അമ്മച്ചി ക്ഷീണമാണ്, രോഗമാണ്, അല്ലെ പ്രശ്നമാണ്, നീ കയറിയിട്ട് പറയുകയാണ് സമാധാനം. അതുകൊണ്ട് പറ അച്ഛൻ സമാധാനമായിട്ടിരിക്കുക, അമ്മേ സമാധാനമായിട്ടിരിക്കുക. ഹല്ലേലൂയ. സഹോദരന സഹോദരൻ സമാധാനമായിട്ടിരിക്കുക. എന്റെ കൂട്ടുവിശ്വാസങ്ങളോട് പറയണം സമാധാനമായിട്ടിരിക്കുക. അയ്യോ ലോൺ അടക്കണം, അല്ലെ പ്രശ്നമുള്ള പൈസ, സമാധാനമായിട്ടിരിക്കുക. ഹല്ലേലൂയ. പറയാൻ പറ്റൂ? ഈ വർഷം പറയോ നീ അത്ഭുതം കാണും കേട്ടോ. പറയുന്നവനെ അത്ഭുതം കാണുള്ളൂ. നീ വിളിച്ചു പറയുന്നോ നീ അത്ഭുതം കാണും. അയ്യോ പൈസ അതില്ല, നോ. സമാധാനം. ദൈവം സമാധാനം കൊണ്ടുവരുവാണ്. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. പ്രവചനം പറയുവാണ് സമാധാനം എന്ന് മറുപടി പറഞ്ഞ് വാതിൽ ആരെങ്കിലും തുറന്നു തന്നാൽ, ശ്രദ്ധിച്ചോ, വാതിൽ തുറന്നു തന്നാൽ എന്താ സംഭവിക്കുന്നത് മോനെ? അതിലുള്ള ജനം, അതിന്റെ അകത്തുള്ള ജനം, അതായത് നീ ഒന്ന് ആലോചിക്കേ, നീ സമാധാനം കൽപ്പിക്കുമ്പോ ചില ആളുകളെ ദൈവം നിന്റെ കൂടെ വരുത്തും. എന്തിനാണെന്നറിയോ? അവർ നിന്റെ കൂടെ വരും. എന്താണെന്നറിയോ? നിന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ. കാരണം അവരുടെ സമാധാനം നീയാ. ഹല്ലേലൂയ. ക്രിസ്തുവാണ് നിന്റെ സമാധാനമെങ്കിൽ നിന്റെ ജോലി സ്ഥലത്ത് നിന്നെ അനേകരെ ആശ്രയിച്ച് വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നീ അവർക്ക് സമാധാനം. മനസ്സിലാവുന്നുണ്ടോ? ഭർത്താവ് ഭാര്യയ്ക്ക് എന്തായിരിക്കണം? സമാധാനമാണ്. വീടിന്റെ അകത്ത് ഭാര്യ ഭർത്താവിന് എന്തായിരിക്കണം? സമാധാനം കൊടുക്കണം. മക്കളെ അപ്പനും അമ്മയ്ക്ക് എന്ത് കൊടുക്കണം? സമാധാനം കൊടുക്കണം. അപ്പനും അമ്മ മക്കൾക്ക് എന്ത് കൊടുക്കണം? സമാധാനം കൊടുക്കണം. അത് പറയണം വാവുണ്ട്. സ്തോത്രം. അച്ഛനും അമ്മയോട് വഴക്കടിക്കൊണ്ടിരിക്കുമ്പോഴല്ല മക്കൾക്ക് സമാധാനം വരുന്നത്. ഇപ്പൊ അപ്പനമ്മ അവിടെ വഴക്കടിക്കുവാണെങ്കിൽ പിള്ളേർ പറയണം യേശുവിന്റെ നാമത്തിൽ സമാധാനം വരട്ടെ പോകണത്തിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ അവിശ്വാസത്തെ കുഴപ്പമില്ല, നീ ഇപ്പൊ മാവിന് പ്രാർത്ഥന യേശുവെ ഇന്ന് ഈ ഭാഗത്തിൽ സമാധാനം വരട്ടെ. നീ എന്ത് പറയുന്നു? അല്ല നീ അതിനിടയിൽ പോയിട്ട് ഏറ്റുപിടിച്ചിട്ട് ഒരാളുടെ വർഷം പിടിച്ചോ നിങ്ങൾ അങ്ങോട്ട് കൊണ്ട് വഴക്കുണ്ടാക്കാൻ നിൽക്കരുത്. സമാധാനമായിട്ടിരിക്കുക എന്ന് പറയാൻ പറഞ്ഞു. സമാധാനം ഇത്ര പറയാം, സമാധാനമായിട്ടിരിക്കുക. ഹല്ലേലൂയ. നീ ജോലി സ്ഥലത്ത് സ്ട്രഗിൾ വരുമ്പോ ഒരാൾക്ക് സ്ട്രഗിൾ വരുമ്പോ അത് അവന്റെ പ്രശ്നം കൊക്കോ എന്ന് പറഞ്ഞിട്ട് വിടുകയല്ല. സമാധാനമായിട്ടിരിക്കുക. നിനക്ക് പ്രശ്നം വരുമ്പോൾ മാത്രമാണോ ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത്? അല്ല. നീ വേറെ ആളുകൾ സ്ട്രഗിൾ ചെയ്യുമ്പോൾ പറയട്ടെ ചേച്ചി ടെൻഷൻ അടിക്കല്ലേ, സമാധാനമായിട്ടിരിക്കുക. ഒറ്റ വാക്ക് മതി, ഒറ്റ വാക്ക് മതി, നിന്റെ ഒറ്റ വാക്ക് മതി ദൈവം പ്രവർത്തിക്കാൻ. ഹല്ലേലൂയ. സമാധാനം നീ മറ്റുള്ളവർക്ക് കൽപ്പിച്ച ദൈവം എത്ര അധികം നിനക്ക് സമാധാനം കൽപ്പിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നീ വെടിപൊട്ടിക്കാൻ റെഡിയായി ഇങ്ങനെ തോക്കൊക്കെ എടുത്ത്. അതിലുണ്ടെങ്കിൽ അത് ആരുടെ വിഷയോ? യുദ്ധം ചെയ്യാൻ ഏൽപ്പിച്ചവന്റെ വിഷയോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സമാധാനം കൽപ്പിക്കാൻ പറയുമ്പോ നിന്റെ ഉള്ളത്തിൽ എന്തോരം സമാധാനം നിറയ്ക്കണമെന്ന് ദൈവം തീരുമാനിക്കും. അതാ യേശു പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് എന്റെ സമാധാനം തന്നിട്ട് പോവാ. അത് ലോകം തരുന്ന സമാധാനമല്ല. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഇത് ആർക്കുള്ള ദൂതാ കേട്ടോ.
ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുത്തു. നിന്റെ ജോലി സ്ഥലത്ത് നീ പോയി ടെൻഷൻ അടിച്ചിരിക്കുന്നവനെ നോക്കിയിട്ട് പറഞ്ഞോണം സമാധാനം വരും. സമാധാനമായിട്ടിരിക്കുക കേട്ടാ, സമാധാനമായിട്ടിരിക്കുക ചേച്ചി, ടെൻഷൻ അടിക്കല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സമാധാനമായിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യും. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അത് നിങ്ങളുടെ സാറാണെങ്കിൽ പോലും യജമാനാണെങ്കിൽ പോലും പുള്ളി ടെൻഷൻ അടിച്ച് നടക്കുമ്പോൾ ഇപ്പൊ അങ്ങനെ അത് വേണ്ടതാണെന്ന് പറയല്ല വേണ്ടത്. സാറേ പീസ്ഫുൾ ആയിട്ടിരിക്കുക, എല്ലാം റെഡിയാവും എന്ന് പറയാൻ പഠിക്കുക. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. ഒരാളുടെ ഇങ്ങനെ പ്രശ്നമായിട്ട് അങ്ങനെ തള്ളിക്കളയരുത്. ഹല്ലേലൂയ, നിങ്ങൾ മനസ്സിലാക്കുക അയാളുടെ കീഴിലും ഫാമിലി ഉണ്ട്. ഹല്ലേലൂയ, ആ ഫാമിലി ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക അയാൾ അണ്ടർ സ്ട്രഗിളിലാണ്. അയാൾ മാത്രമല്ല സ്ട്രഗിൾ ചെയ്യുന്നത്, അയാളുടെ ഫാമിലി സ്ട്രഗിൾ ചെയ്യും അയാളോടൊപ്പം. മനസ്സിലാക്കുക ജോലി സ്ഥലത്ത് പല പ്രശ്നങ്ങളും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടെങ്കിലും ഒരു കുടുംബത്തെ ബാധിക്കുന്ന വിധത്തിലുള്ള ഒരു വിഷയം നോക്കി ഒരിക്കലും നമ്മൾ അതിനെ കൂട്ടിവെക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ, ഒരാളുടെ ജോലി നഷ്ടപ്പെടുന്ന വിധത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മൾ ഒരു കംപ്ലൈനിങ് മോഡിലേക്ക് നമ്മൾ ഈ വർഷം പോയേക്കരുത്. ഹല്ലേലൂയ, ഒരാളെ കുറിച്ച് കുറ്റം പറയാനോ കംപ്ലൈന്റ് പറയാനോ പോയേക്കരുത്. എന്നാൽ ഹല്ലേലൂയ, കൃപ നഷ്ടപ്പെട്ടു പോകും. ഹല്ലേലൂയ, ഇത്രയും പറഞ്ഞാൽ മതി. സമാധാനമായിരിക്കുക, ഒരു പ്രശ്നം വരുമ്പോൾ സമാധാനമായിരിക്കുക. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. 1 രാജാക്കന്മാര് 10:3. വീട്ടിലാണെങ്കിലും സമാധാനം പറഞ്ഞോണം. ഒരിക്കലൊരു അച്ഛനും മോനും കൂടി ഇരിക്കുകയാണ്. അപ്പൊ കുട്ടി വന്നിട്ട് അച്ഛനോട് ചോദിച്ചു, അപ്പനോട് ചോദിച്ചു, അപ്പം നമ്മളൊക്കെ എങ്ങനെ ജനിച്ചെന്ന് ചോദിച്ചു. നമ്മുടെയൊക്കെ ഇങ്ങനെ ഞങ്ങളൊക്കെ ഇങ്ങനെ എങ്ങനെ ജനിച്ചെന്ന് ചോദിച്ചു. ജനിച്ചു വന്നതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ആദാമും അവയും കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചു, അവർ വളർന്നു വലുതായി, അതിൽ നിന്ന് തലമുറകൾ ഉണ്ടായി എന്ന് പറഞ്ഞു. അതിൽ നിന്നാണ് നമ്മളൊക്കെ ജനിച്ചു വന്നതെന്ന് പറഞ്ഞു. ഓക്കെ, കൊച്ചു ഹാപ്പിയായി. ഉടനെ കൊച്ചു പോയി നേരെ അമ്മയുടെ അടുത്ത് പോയി ചോദിച്ചു, അമ്മ നമ്മളൊക്കെ എങ്ങനെയാ ഇങ്ങനെ ഉണ്ടായി വന്നതെന്ന് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, നമ്മളൊക്കെ വന്നത് വലിയ കുരങ്ങിന്നാന്ന് പറഞ്ഞു. കുരങ്ങിനിങ്ങനെ പരിണാമം സംഭവിച്ചാണ് നമ്മളൊക്കെ ഇങ്ങനെ മനുഷ്യരായി വന്നതെന്ന് പറഞ്ഞു. ഉടനെ കൊച്ചു അപ്പന്റെ അടുക്കലേക്ക് ഓടിയിട്ട് കൊച്ചു പറഞ്ഞു, അപ്പൻ നുണ പറഞ്ഞതാണ്. അമ്മ പറഞ്ഞല്ലോ നമ്മളൊക്കെ ജനിച്ചത് നമ്മളൊക്കെ വന്നത് കുരങ്ങിന്നാണെന്ന് പറഞ്ഞു. അപ്പൊ അപ്പം പറഞ്ഞു, അത് അവളുടെ ഫാമിലിനെ കുറിച്ചാ പറഞ്ഞു. അവളുടെ ഫാമിലിനെ കുറിച്ചാ പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. പരസ്പരം കുറ്റപ്പെടുത്താനല്ല, എന്നെ സമാധാനമായിട്ട്. എന്നെ സ്തോത്രം. നിന്റെ വീട്ടുകാരുടെ കാര്യം പറ കംപ്ലൈനിങ് മനസ്സിലാവും. നിന്റെ വീട്ടുകാർ അങ്ങനെയല്ലെന്ന് ചോദിക്കാനല്ല, തന്റെ വീട്ടുകാർ അങ്ങനെയല്ലെന്ന് ചോദിക്കാനല്ല. സ്തോത്രം. ആരുടെയും വീട്ടുകാരെ ബ്ലെയിം ചെയ്യാനല്ല, മറിച്ച് ഒരു പ്രശ്നം വരുമ്പോ പറയാ സമാധാനമായിട്ടിരിക്കുക. ഭാര്യ ഭർത്താവിനോട് സമാധാനമായിട്ടിരിക്കുന്നു പറയണം. ആമേൻ, ഹല്ലേലൂയ. വചനം വായിച്ചു കേൾക്കാൻ മോനെ 10:3. 1 രാജാക്കന്മാര്. അവളുടെ സകല ചോദ്യങ്ങൾക്കും സലോമോൻ സമാധാനം പറഞ്ഞു. സമാധാനം പറയാൻ കഴിയാതെ കണ്ടോ ഒന്നും രാജാവിനെ ശ്രദ്ധിച്ചോ. അവിടെ പറയണ അവളുടെ സകല ചോദ്യങ്ങൾക്കും എന്താണ് സലോമോൻ സമാധാനം പറഞ്ഞു. ശലോമന് ഓക്കെ, ഒരു രാജ്ഞി ആയിക്കോട്ടെ, ദേശത്തിന്റെ അധികാരി ആയിക്കോട്ടെ, തന്റെ മുന്നിൽ വന്നൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ സംസാരത്തിൽ എന്തുണ്ടാവും? സമാധാനം ഉണ്ടാവും. അത് കേൾക്കുന്നവന് സമാധാനം. ചിലവരുടെ കഥ മുഴുവൻ കേട്ടിട്ടുള്ള എന്റെ ഉള്ള സമാധാനം പോയി. ഓക്കെ, നിന്റെ സമാധാനം പോവുകയില്ല. സ്തോത്രം. വേണ്ടാത്തടത്തോണ്ട് ശരിയാക്കരുത്. എന്നാൽ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണ് നീ നിലകൊണ്ടാൽ, നിന്റെ അടുക്ക ഒരാൾ വന്ന് അവന്റെ പ്രശ്നം പറയുമ്പോ നിന്റെ ഉള്ള സമാധാനം പോവുകയല്ല. മറിച്ചെന്താണ്? നീ ഇത്രയും പറഞ്ഞാൽ മതി അവനോട്, വലിയ വചനമൊന്നും പറയാൻ പോകണ്ട. സമാധാനമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. ദൈവം ഉണ്ടല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ആരെക്കുറിച്ചാണ് സാക്ഷ്യം പറയുന്നത്? നമ്മുടെ ഏകദൈവമായ കർത്താവിനെ കുറിച്ചാണ്. നമ്മ ഒരു വിഗ്രഹത്തിൽ ആശ്രയിക്കുന്നില്ല, ഒരു ഭൂതങ്ങളെ ആശ്രയിക്കുന്നില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവുള്ളവൻ ദൈവത്തിന്റെ ആത്മാവിൽ നടക്കും. ഹല്ലേലൂയ. വചനം പറയുകയാണ്, അവരുടെ സകല ചോദ്യങ്ങൾക്കും, എന്തുവിധം ചോദ്യങ്ങളായിക്കോട്ടെ, അവിടെ ശലോമൻ എന്ന് പറഞ്ഞു സമാധാനം പറഞ്ഞു. സമാധാനം നോക്കി, സമാധാനം എന്ന് എഴുതി വെച്ചെന്നുള്ള പറഞ്ഞത് സമാധാനം എന്ന് പറഞ്ഞു. വാതുറന്ന് പറയാനുള്ള സമാധാനം. ഈ വാതുറന്ന് പറയുന്നത് നടക്കത്തുള്ളൂ. അവിടെ പറയണ പറഞ്ഞു. സമാധാനം പറയുവാൻ കഴിയാതെ നോക്കി, സമാധാനം പറയാനായിട്ട് കഴിയാത്ത വിധത്തില് രാജാവിന് വേറൊരു വിഷയം ഉണ്ടായിരുന്നില്ല. അതായത് സോളമൻ രാജാവിന് എന്താണ്, ശലോമൻ രാജാവിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. പുള്ളി എന്ത് പറഞ്ഞാലും, എന്ത് ടെൻഷനായിട്ട് ആര് വന്നാലും സമാധാനം പറയും. ഹല്ലേലൂയ.
എന്ത് ടെൻഷനായിട്ട് ആര് വന്നാലും പറയും സമാധാനം. ഹല്ലേലൂയ. ഇല്ലാത്തവർക്കിനെ എങ്ങനെ ഇല്ലാത്തവർക്ക് കൊടുക്കുന്നേ? പറ. ഉള്ള സമാധാനം. ആ യേശു പറഞ്ഞേ, ഞാൻ നിങ്ങൾക്ക് എന്റെ സമാധാനം തരും. ഉണ്ടോ? സമാധാനം ഉണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. സമാധാനം ഉണ്ടോ? 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 ഒന്ന് പറ. സമാധാനം ഉണ്ടെന്ന് പറ. പറയുമ്പോഴത് ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. യെശയ്യാ പ്രവചനം 48:22. ശ്രദ്ധിച്ചോണം കേട്ടോ. പ്രാർത്ഥിക്കാതെ നടക്കുമ്പോഴല്ല സമാധാനം വരുന്നത്, വചനത്തിൽ ഭിന്നത വരുത്തുക, അതായത് കർത്താവിൽ നിന്ന് മാറി നടക്കുമ്പോഴല്ല, ദുഷ്ടതയ്ക്ക് കൂട്ടായ്മ പാലിക്കുമ്പോഴല്ല, ചർച്ചിലായിക്കോട്ടെ, നമ്മുടെ ദൈവദാസന്മാരായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ അകത്തായിക്കോട്ടെ, അവിടെ സമാധാനം വരണം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അവിടെ നിന്റെ അനുഗ്രഹം വെച്ചിരിക്കുന്നത്, അവിടെ നിന്റെ ബ്ലെസ്സിങ്സ് വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. സഭക്കകത്താണ് നിന്റെ അനുഗ്രഹം വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ വചനം പറയുവാണ്, വാക്യമനെ 48:22. ദുഷ്ടന്മാർക്ക് സമാധാനം ഇല്ല എന്ന് യഹോവ അരുളിച്ചെയ്തു. അവിടെ കേട്ടോ, ശ്രദ്ധിച്ചോ. ദുഷ്ടന്മാർക്ക്, ദ ഈവിൽ ഡൂവേഴ്സ്, ദുഷ്ടത പ്രവർത്തിക്കുന്നവരെന്ന് കൂടി പറയാം. ദുഷ്ടതയ്ക്ക് കൂട്ടുനിൽക്കുന്നവരായിക്കോട്ടെ, ദുഷ്ടത ചെയ്യുന്നവരായിക്കോട്ടെ, അവിടെ വചനം പറയുവാണ്, അവർക്ക് സമാധാനമില്ല. സമാധാനം ഇല്ല. അവർക്ക് സമാധാനം. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം മുന്നോട്ട് പോവുകയാണ്. യേശു ക്രിസ്തു പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിന് വരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, ലോകത്തിന് ഇതിനെ സ്വീകരിക്കാൻ കഴിയത്തില്ല. ലോകത്തിന് ദൈവത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ, അപ്പൊ ലോകത്തിന്റെ ചിന്താഗതിയിൽ നടക്കുന്ന ഒരുത്തനും ദൈവത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ ചിന്താഗതി മാറുകയാണ് കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ കർത്താവ് നിന്നെ ക്ലെൻസ് ചെയ്യുവാണ്. ഹല്ലേലൂയ. നിന്നെ ശുദ്ധീകരിക്കുവാണ് ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ തടസ്സമായി നിൽക്കുന്ന ഏതെങ്കിലും മേഖലയിൽ ഹല്ലേലൂയ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ യേശുനാമത്തിൽ നിന്ന് അഴിച്ചു കളയുവാണ്. ഹല്ലേലൂയ. ഇൻ ജീസസ് നെയിം. ഹല്ലേലൂയ. ദി മൈറ്റി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ആമേൻ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. വചനം പറയുന്നു, ദുഷ്ടന്മാർക്ക് സമാധാനമില്ലെന്ന് യഹോവ അരുളി ചെയ്യുന്നു. സങ്കീർത്തനം 85:8. 85:8. യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കുന്നു. അവർ ദോഷത്വത്തിലേക്ക് വീണ്ടും തിരിയാതിരിക്കുന്നതിന് അവൻ തന്റെ ജനത്തോടും തന്റെ ഭക്തന്മാരോടും സമാധാനം നൽകും. ഒന്നുകൂടെ വായിച്ചു പോണേ. യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ കേൾക്കും. ഓക്കെ, കർത്താവ് അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും. ഇന്ന് കർത്താവ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അത് സമാധാനത്തിന്റെ വാക്കാണെങ്കിൽ നീ എന്ത് ചെയ്യണം? അത് കാതു തുറന്ന് കേൾക്കണം. യെസ്, എന്നിട്ട് പറയണം, യേശു സമാധാനം കൽപ്പിച്ചിരിക്കുന്നു. എന്റെ ജീവിതത്തിൽ എന്നെ ഉണ്ട് സമാധാനമുണ്ട്. അവിടെ പറയാം, ഞാൻ കേൾക്കുന്നു. അവിടെ പറയണം, വായിച്ചോമനെ, അവർ ദോഷത്വത്തിലേക്ക് വീണ്ടും തിരിയാതിരിക്കുക. അവർ ദുഷ്ടതയിലേക്ക് അല്ലെങ്കിൽ ദോഷത്തിലേക്ക് വീണ്ടും തിരിയാതിരിക്കേണ്ടതിന് അവൻ തന്റെ ജനത്തോടും തന്റെ ഭക്തന്മാരോടും സമാധാനം അരുളി ചെയ്യും. ഹല്ലേലൂയ. അതായത് നോക്കി, എന്തിനാ കർത്താവ് ഇന്ന് ഈ കൊല്ലത്തിന്റെ 2ാമത്തെ ആഴ്ചയില് കർത്താവ് ഇതെന്തിനാ സംസാരിച്ചെന്നറിയോ? നീ പിന്മാറ്റത്തിലേക്ക് പോവാതിരിക്കാനാണ്. നിന്നെ അതിനർത്ഥം അറിയോ? പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകുന്ന ശക്തികൾ ലോകത്തിലുണ്ട്. പക്ഷെ ദൈവം നിന്നെ അത്ഭുതകരമായിട്ട് അക്കരെ എത്തിക്കും. അക്കരെ എത്തിക്കും ദൈവം. ഒരു കടത്താണ്. കടത്തോളത്തിൽ കയറി ആരെങ്കിലും ഉണ്ടോ? എങ്ങനെ കടത്തോളത്തിൽ കയറിയിട്ട് ആരെങ്കിലും തൊഴാൻ വേണ്ടിയിട്ട് നിങ്ങൾ തുഴയാണോ? അങ്ങനെയാണോ? ബോട്ടിൽ സർവീസിൽ കയറിയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് നിങ്ങൾ ചെന്നിട്ട് സ്ലാങ്ങിനെ മാറ്റിയിട്ട് ഓടിക്കുവാണോ അവിടെ എന്നിട്ട്? കംഫോർട്ടായിട്ട് ഇരുന്നാ മതി. എത്തേണ്ടടുത്ത് എത്തിക്കേണ്ടത് പടകിലുണ്ട്. ഹല്ലേലൂയ. നിന്നെ എത്തേണ്ട മേഖലയിൽ ഉയർത്തേണ്ട തലത്തിലേക്ക് ഉയർത്താൻ കഴിവുള്ളവൻ പടകിലുണ്ട്. ഹല്ലേലൂയ. നിന്റെ ഫാമിലി ലൈഫിൽ സമാധാനം കൽപ്പിക്കുന്ന ദൈവം എന്റെ വള്ളത്തിന്റെ അകത്തുണ്ട്. ഹല്ലേലൂയ. എനിക്ക് ചുറ്റും സമാധാനം ദൈവം കൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. സ്തോത്രം. ഹല്ലേലൂയ. സങ്കീർത്തനം 34:14 വാക്യമാണ്. എന്താ? ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക. കണ്ടോ? നിന്റെ പ്രവൃത്തിയിൽ എന്നെ വരണം. വേറൊരുത്തിന് ദോഷമല്ല വരേണ്ടത്, ഗുണപ്പെടണം. നിന്റെ പ്രവൃത്തി കൊണ്ട് വേറൊരുത്തിനെ ഹേർട്ട് ചെയ്യാൻ പാടില്ല,
വേറെ മുറിവിലേക്ക് പോകാൻ പാടില്ല. അവനും സമാധാനം വരണം. ദൈവം നിനക്ക് സമാധാനം തരുന്നതെന്ന് അറിയോ? നോക്കി, നമുക്ക് ഈ കൂട്ടായ്മ കൂടെ തന്നേക്കുന്നതിന് അറിയോ? ഈ ദേശത്ത് സമാധാനം ദൈവം വരുത്താൻ വേണ്ടിയാ. ഹല്ലേലൂയ. ആമേൻ. നീ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ അപ്പുറത്ത് കിടക്കുന്ന രോഗി സൗഖ്യമോ? ഹല്ലേലൂയ. നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോ അപ്പുറത്തെ അടിയും ബഹളമുള്ള വീട്ടിനകത്ത് സമാധാനം വരും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇനിയിപ്പോ ആത്മഹത്യ ചിന്താവുകൾ നടക്കുന്നവർ വരെ വിടുതൽ വരും. ആമേൻ. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഒരു ഭർത്താവ് ഡിവോഴ്സ് ചോദിച്ചു ഭാര്യയോട്. അപ്പൊ ഭാര്യ അത് റെഡിയായി. കേസ് കോടതിയിൽ വന്നു. കോടതിയിൽ വന്നപ്പോ ജഡ്ജിന്റെ മുമ്പില് ഭർത്താവ് പറയാണ്, എനിക്ക് മടുത്തു, മതിയായി, വലിയ ശല്യം ഉറപ്പുണ്ട്, മടുത്തു, ഒരു സമാധാനമില്ല. സ്തോത്രം. ജഡ്ജി നോക്കിക്കൊണ്ടിരിക്കുക ഇങ്ങനെ. പുള്ളി പറയാണ്, ഒരു സ്വസ്ഥത വരില്ല. രാത്രിയാകുമ്പോ പുറത്തേക്ക് പോകും. ഇവിടെ രാത്രിയാകുമ്പോ പുറത്ത് കറങ്ങാൻ പോകും. പുറത്ത് പോയിട്ട് അർദ്ധരാത്രി അല്ലെങ്കിൽ മിഡ് നൈറ്റ് കഴിയുമ്പോ 12 മണി കഴിയുമ്പോഴാണ് തിരിച്ചു വരുന്നത്. ഉള്ളക്കണ്ട ബാറ് മുഴുവൻ കയറുകയാണത്. അത് കാരണം എനിക്കൊരു സ്വസ്ഥതയില്ല. ഞാൻ എവിടെ പോയാലും എനിക്ക് സമാധാനമില്ല. അതുകൊണ്ട് എനിക്ക് ഡിവോഴ്സ് വേണം. ജഡ്ജി ചോദിച്ചു, ആക്ച്വലി അവളെന്താ ചെയ്യുന്നേ രാത്രി പുറത്തു പോയിട്ട്? പറഞ്ഞു, അവൾ എന്നെ അന്വേഷിച്ച് നടക്കുന്നു. കണ്ട ബാറിൽ മുഴുവൻ അന്വേഷിച്ച് നടക്കുന്ന ആരാ? ഭർത്താവിനെ. അപ്പൊ ഒരു സൈഡിൽ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടിട്ട് നീ സമാധാനം കൽപ്പിക്കരുത്. നീ വിചാരിക്കരുത് ദൈവം നിന്റെ കാര്യങ്ങളൊക്കെ നടത്തി തരും. വേറെ ബ്ലെയിം ചെയ്തിട്ട് നീ നിന്റെ ലൈഫിന്റെ സമാധാനം ഉണ്ടാക്കാൻ നോക്കരുത്. വേറെ ചവിട്ടി ജോലി സ്ഥലത്ത് ചവിട്ടി താത്തിയിട്ട് അവന്റെ ജോലിയും പോയിട്ട് ആ സ്ഥാനത്തേക്ക് നീ വരും നല്ലത് നീ ആഗ്രഹിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചില അധികാരങ്ങൾ പിടിച്ചെടുത്തിട്ട് അവനെ നോക്കി അവിടെ ദൈവം കൊണ്ടുപോയിട്ട് അവനെ നശിപ്പിച്ചു നോക്കി. അതാണ് സമാധാനം. ശലോമോൻ പറഞ്ഞു നോക്കിക്കേ, എല്ലാത്തിനും സമാധാനമുണ്ട് പുള്ളിക്ക്. പുള്ളിയുടെ കാലത്ത് ഒരു കാലത്തും പുള്ളിക്ക് മറ്റു രാജാക്കന്മാരെ പോലെ യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടില്ല. എല്ലാ രാജ്യമായിട്ട് സമാധാനം വരുന്നു ശലോമോന്റെ കാലത്ത്. ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആരും മാറിപ്പോകണ്ട, അന്വേഷിച്ച്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സമാധാനമായിട്ട് ഇരുന്നാൽ മതി. ഭർത്താവിനെ നോക്കിയിട്ട് പറയണം, ഇങ്ങേരിക്കുന്ന സമാധാനം. ഭാര്യ പറയണം, ഭർത്താവിനെ നോക്കിയിട്ട് പറയണം, ഇങ്ങേരിക്കുന്ന ജോലിസിലും സമാധാനം. ഭാര്യ കുക്കിങ്ങിന് അടുക്കളയിലിട്ട് പോകുമ്പോൾ അവർക്ക് സമാധാനം. ഹല്ലേലൂയ. സഹോദരിക്ക് ജോലിക്ക് പോകുമ്പോൾ അല്ല പുറത്തേക്ക് പോകുമ്പോൾ പറയണം സമാധാനം. അമ്മ പുറത്തോട്ട് പോകുമ്പോൾ സമാധാനം എന്ന് പറഞ്ഞോണം. ഹല്ലേലൂയ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറയണം, ഈ വീട്ടിൽ നിന്ന് സമാധാനം. ഹല്ലേലൂയ. നീ എന്ത് പറയുന്നു ആണ് നീ ചെയ്യും. സങ്കീർത്തനം 29:11. Psalms 29:11. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. വചനം പറയാണ്, യഹോവ തന്റെ ജനത്തിന് എന്നെ കൊടുക്കും? ശക്തി കൊടുക്കും. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഇന്ന് കർത്താവ് ശക്തി തന്നിരിക്കുന്നത് എന്താ? പരിശുദ്ധാത്മാവില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ശക്തിപ്പെടുത്തും. നിങ്ങൾ യേശു പറഞ്ഞു, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം എവിടെ തന്നെ പാർക്കണം? യെരൂശലേമിൽ തന്നെ പാർത്തോളം പറഞ്ഞു. പ്രാർത്ഥിക്കുന്ന ഭവനം ദൈവത്തിന്റെ ആലയത്തിൽ തന്നെ ആത്മാവിന്റെ നിറവോളം തന്നെ അവിടെ ഇരുന്നോണം. ദൈവം ഒരു ഡയറക്ഷൻ തരാതെ, കർത്താവിന്റെ ആത്മാവിൽ ഒരു ഡയറക്ഷൻ ഇല്ലാതെ ഇറങ്ങി പോകരുത്. ഒരു ഡയറക്ഷൻ ഇല്ലാതെ യുദ്ധത്തിന് ഇറങ്ങരുത്. ആത്മാവിൽ ഒരു നടത്തിപ്പില്ലാതെ ചില കാര്യങ്ങൾ തന്നെത്താൻ ബുദ്ധിയിൽ ചെയ്യാൻ നോക്കരുത്. താഴെ പോകും. നീ നിന്റെ ബിസിനസ് ആയിക്കോട്ടെ, നിന്റെ ജോലി ആയിക്കോട്ടെ, നിന്റെ ബുദ്ധിയിൽ നീ ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യാന്ന് വിചാരിക്കരുത്. അവിടെയല്ല സമാധാനം വരാൻ പോകുന്നത്. അവിടെ പിശാച് അസമാധാനം കൊണ്ടുവരും, തകർച്ച കൊണ്ടുവരും. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, ഇവിടെ വചനം പറയുവാണ്, യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. ശക്തി നൽകും. നൽകി.
നൽകിയോ? പ്രാപിച്ച എത്ര പേരുണ്ട്? ദൈവത്തിന്റെ ആത്മാവുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ഉള്ളത്തിൽ ദൈവത്തിന്റെ ആത്മാവാ. ഹല്ലേലൂയ. പുത്രനിലുണ്ടായിരുന്ന അതേ പുത്രത്വത്തിന്റെ ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ. യേശുക്രിസ്തുവിലുണ്ടായിരുന്ന അതേ ആത്മാവ് തന്നെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അത് ഭയത്തിന്റെ അല്ല. എങ്ങനെയാ? നാമെല്ലാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ്. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. മനോദനം പറയുന്നു, യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. ഈ വർഷം ഏറ്റെടുത്തോണം കേട്ടോ. ഹല്ലേലൂയ. ദൈവൻ അത്ഭുതകരമായിട്ട് നടത്താൻ പോവുക. ഹല്ലേലൂയ. ദൈവൻ അത്ഭുതകരമായിട്ട് നടത്താൻ പോവുക. അവനെ സമാധാനത്തോടെ, സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ നടത്താൻ പോകുന്നു എന്നാ. ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്.